ഹലോ എവ്രിവൺ, എല്ലാവർക്കും മെഡി പ്രിസിഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ സഞ്ജന ബേബി. നമുക്കിന്ന് ഡയബറ്റീസ് കോഗ്നിറ്റീവ് ഡിക്ലൈൻ അഥവാ ഓർമ്മക്കുറവിന് കാരണമാകുമോ, ഏജ് റിലേറ്റഡ് ആയിട്ടും അല്ലാതെയുള്ള ഓർമ്മക്കുറവിന് കാരണമാകുമോ എന്ന് നോക്കാം. തീർച്ചയായിട്ടും ഇൻസുലിൻ റെസിസ്റ്റൻസ്, നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ എന്ന ഹോർമോൺ നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിനെ വേണ്ട വിധം ഉപയോഗിക്കാത്തൊരവസ്ഥയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഇത് ഡയബറ്റീസിന്റെ മുന്നോടിയാണ്. ഡയബറ്റീസ് ഉള്ള പേഷ്യൻസിലും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും. ഇൻസുലിൻ ശരിക്ക് പ്രയോഗത്തിൽ വരാത്ത അവസ്ഥ. ഇൻസുലിൻ ഹോർമോൺ സെക്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, പക്ഷെ നല്ല ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരിൽ ഇൻസുലിൻ്റെ സെക്രീഷൻ നന്നായി കുറയുകയും ചെയ്യും. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ അബ്സോർപ്ഷൻ തീർച്ചയായിട്ടും ഇമ്പയർ ചെയ്യുന്നുണ്ട്. സെൽസ് ശരിക്കും ഗ്ലൂക്കോസ് എടുക്കില്ല. അപ്പോൾ നമ്മുടെ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ തോത് വളരെയധികം ഉയർന്നു നിൽക്കും. ഇതേ അവസ്ഥ തന്നെയാണ് ബ്രെയിനും സംഭവിക്കുന്നത്. ബ്രെയിനിൻ്റെ പ്രധാനപ്പെട്ട ഒരു എനർജി സോഴ്സാണ് ഗ്ലൂക്കോസ്. അപ്പോൾ ഗ്ലൂക്കോസ് ബ്രെയിനിന് ശരിക്കും കിട്ടിയിട്ടില്ലെങ്കിൽ നെർവ്സിന് നാശം സംഭവിക്കും. ന്യൂറോണൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാവും, ന്യൂറോണൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവും, ന്യൂറോൺസ് നശിച്ചു പോകും നമ്മുടെ തലച്ചോറിൽ. അതാണ് നമുക്ക് ഡിമെൻഷ്യയ്ക്ക് കാരണമാവുന്നത്. ഡിമെൻഷ്യ അഥവാ ഓർമ്മക്കുറവ്, അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ഇതിനെ എങ്ങനെ തടയാം എന്നാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഇൻസുലിൻ റെസിസ്റ്റൻസ് പല കണ്ടീഷൻസിലും നമ്മുടെ ബോഡിയിൽ വരാം. ഡയബറ്റീസിൽ മാത്രമല്ല, മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ ഏറ്റവും വലിയ ഒരു ഹേതുവാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. മെറ്റബോളിക് സിൻഡ്രോം, അതുപോലെ PCOS തുടങ്ങിയ രോഗങ്ങളിലെല്ലാം, പ്രത്യേകിച്ചും അമിതവണ്ണമുള്ള ഒരുവിധ എല്ലാ രോഗങ്ങളിലും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ട്. ഇൻസുലിൻ റെസിസ്റ്റൻസിനെ നമുക്ക് എങ്ങനെ തടയാം എന്ന് വെച്ചാൽ, ആദ്യം നമ്മുടെ വണ്ണം കുറയ്ക്കണം. അതിനുള്ള ശരിയായ ഡയറ്റ്, ശരിയായ എക്സസൈസ്. മറ്റൊന്ന് നല്ല ഉറക്കം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് സ്ട്രെസ് മാനേജ്മെൻ്റ് ആണ്. നമുക്ക് ഓവർ സ്ട്രെസ് വരുന്ന സമയത്ത് നമ്മൾ ഓവർ ഈറ്റിങ്ങും അതുപോലെ തന്നെ ഹോർമോണൽ ഇംബാലൻസും ഉണ്ടാവും. കോർട്ടിസോൾ ഹോർമോൺ കൂടും, അതിന് തുടർച്ചയായിട്ട് മറ്റു പല ഹോർമോൺസും നമ്മുടെ ശരീരത്തിൽ കൂടും. അപ്പോൾ അത് തടയുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഡീസ്ട്രെസ്സിങ് പ്രാണായാമ എക്സസൈസുകളൊക്കെ ചെയ്യണം. ഡീസ്ട്രെസ്സിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിലാക്സേഷൻ ടെക്നിക്സ്, മൈൻഡ് ബോഡി ടെക്നിക്സ് എല്ലാം നമ്മൾ ശീലിക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ആത്യന്തികമായിട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസിനെ തടയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഇൻസുലിൻ ഹോർമോണിൻ്റെ പ്രവർത്തനം തകരാറിലായി കഴിഞ്ഞാൽ ഗ്ലൂക്കോസിൻ്റെ മെറ്റബോളിസം തകരാറിലാവും. അത് നമ്മുടെ തലച്ചോറിനെ ബാധിക്കും എന്ന കാര്യം മനസ്സിലാക്കി, തലച്ചോറിന് പോലും നമ്മുടെ അമിതവണ്ണത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് വണ്ണം കുറയ്ക്കാൻ ന്യൂട്രീഷൻ കറക്റ്റാക്കുക, അതായത് നമ്മുടെ ഡയറ്റ് കറക്റ്റാക്കുക, നമ്മുടെ എക്സസൈസ് കറക്റ്റാക്കുക, നല്ല ഉറക്കം 8 മണിക്കൂർ ഉറക്കം ഉറപ്പുവരുത്തുക, സ്ട്രെസ് മാനേജ് ചെയ്യുക. കീപ്പ് ഓൺ വാച്ചിങ് മെഡി പ്രിസിഷൻ.